യുഡിഎഫിന്റെ വർഗീയ പ്രചാരണത്തിനെതിരെ ഇന്ന് വടകരയിൽ ഡിവൈഎഫ്ഐ യൂത്ത് അലർട്ട് സംഘടിപ്പിക്കും. വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടി അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ഉദ്ഘാടനം ചെയ്യും. വടകര വർഗീയതയെ അതിജീവിക്കും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുന്നത്. വടകര ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് യുവജന കൂട്ടായ്മ. വൈകുന്നേരം 5 മണിക്ക് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പരിപാടി അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഭാരവാഹികളായ വി കെ സനോജ്, വി വസീഫ് എന്നിവരും പങ്കെടുക്കും. വടകരയെ തകർക്കരുത് എന്നതുകൊണ്ടാണ് ഇത്തരമൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്ന് വി വസീഫ് പറഞ്ഞു. വടകരയിൽ ഈ പറയുന്ന വ്യാജന്മാരെല്ലാം കൂടി ഇരുന്ന് നുണപ്രചരണം നടത്തി ഒരു നാടിനെ ആകെ മലീമസമാക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ക്യാമ്പയിൻ എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വടകരയെ വിട്ടുകൊടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ എടുക്കുന്നത്. വടകരയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ക്യാമ്പയിനിൻ്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല, നാടിൻ്റെ സ്വൈര ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം വെച്ച് LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാപക അശ്ലീല വർഗീയ പ്രചാരണങ്ങൾ UDF നടത്തിയിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. സമൂഹത്തെ വിഭജിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് യുവജനങ്ങളെ അണിനിരത്തി ഡിവൈഎഫ്ഐ യൂത്ത് അലർട്ട് സംഘടിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.